ഹലോ. ഇന്ന് നമ്മൾ ആ അമ്പലത്തിൽ വെച്ച് കണ്ട ഒരു കുട്ടി നമ്മുടെ ഇന്നലെ സ്ലീവ് കട്ടിങ്ങിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഒരു സംശയമുള്ളത്, ആ കുട്ടിക്ക് തുണി തികയാതെ വരുമ്പോ ജോയിന്റ് അടിച്ചിട്ടാണ് സ്ലീവ് കട്ട് ചെയ്യണേന്ന്. ജോയിന്റ് അടിച്ച് കട്ട് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എവിടെയെങ്കിലും ഒരു പിടുത്തം ഉണ്ട്. അപ്പൊ ആ ജോയിന്റ് അടിച്ച് കട്ട് ചെയ്യാൻ എങ്ങനെ ഒരു വീഡിയോ ഇടുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് തുണി തികയാതെ വരുമ്പോ നമ്മുടെ ഈ അളവനുസരിച്ച് പക്കിനടുത്ത് തുണികളുണ്ടാവും. ആ തുണിയുമെന്നാണ് നമ്മൾ സ്ലീവ് വെട്ടിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സ്ലീവിനും കൂടി 4 പീസ് കിട്ടും. അപ്പൊ ഈ 4 പീസ് നമ്മൾ 2 വശത്തേക്ക് ജോയിന്റ് ചെയ്തുമ്പോൾ നമുക്ക് രണ്ടായിട്ട് വരണത്. അപ്പൊ അങ്ങനെയാണ് അത് കട്ട് ചെയ്യണമെന്നൊരു വീഡിയോ. അതുപോലെ ഒരുപാട് ആൾക്കാർ എന്റെ ചാനൽ കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് ലൈക്ക് ഇടാൻ അറിയാം, കമന്റ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ വലിയ വലിയ മൊബൈൽ ഫോണുകളൊക്കെ ഉണ്ടാകും, പക്ഷെ അത് യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ 2 പേർക്ക് കാണിച്ചു കൊടുത്തിട്ടോ. ഇപ്പൊ ഈ അമ്പലത്തിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പോകും പരിചയപ്പെടണതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതും പറഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ലീവ് ജോയിന്റ് അടിക്കണം എങ്ങനെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട്, അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. എങ്ങനെയാണ് ജോയിന്റ് അടിക്കണമെന്നൊക്കെ ഉണ്ടായത്, ഈ ഒരു തുണി ഞാൻ ഷാളിന് വേണ്ടി മേടിച്ചതാണ്. അപ്പൊ ഞാൻ അന്നേരം അവരോട് പറഞ്ഞു എനിക്ക് 1.5 മീറ്റർ മതി എന്നോട്ട് 2 മീറ്റർ തന്നു. അപ്പൊ ഷാളിന് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അത് ചുരിദാർ തയ്ക്കാല്ലാന്ന് കരുതി വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ചുരിദാർ തയ്ച്ചെടുക്കാൻ കരുതി ഞാൻ ഇതുപോലെ വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് സ്ലീവിന് തികയൂല. അപ്പൊ സ്ലീവിന് എനിക്ക് കിട്ടിയേക്കണം നമ്മുടെ ഈ ചുരിദാർ വെട്ടിയെടുത്തതിന്റെ സൈഡ് പീസ് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സൈഡ് പീസിലാണ് ഞാൻ ജോയിന്റ് അടിച്ചിട്ട് ചെയ്യാനുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയാലോ. കണ്ടോ, ഇത് ഇത്രയും പീസാണ് ഉള്ളത്. ഇതിൽ നിന്ന് എനിക്ക് സ്ലീവ് വേണം. കണ്ടോ, നോക്കിക്കോ എങ്ങനെയാണ് കിടക്കണത്. അപ്പൊ ഇതിന്റെ ആ ഒരു മോഡല് ഞാൻ ഇത് അവിടെ ഇവിടെ ഒക്കെ തൂങ്ങി മറിഞ്ഞൊക്കെ കിടക്കണ ഈ ഒരു പീസിൽ നിന്നാണ് എനിക്ക് 2 സ്ലീവിനുള്ള കൈ കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക്. അപ്പൊ അതെ ജോയിന്റ് അടിക്കാനുള്ള പീസാണ് ഞാൻ അവിടെ ഇട്ടേക്കണത്. നമുക്ക് ബാക്കി വന്ന പീസിന്റെ ഒരു കോലം ഇങ്ങനെ ആയിരിക്കുള്ളൂ. ഒറ്റ പീസ് സ്ലീവ് വെട്ടാൻ കിട്ടിയാൽ അത് തന്നെയാണ് നല്ലത്. അപ്പൊ അതെ ഇതിനെ ഞാൻ 2ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. കണ്ടോ, 2 പീസാണ്. ഇനി ഇത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടാൻ ഭയങ്കര പാടായത് ഈ തുണി. അപ്പൊ ഞാൻ എനിക്ക് 4 പീസ് വേണം, എന്നാലും എനിക്കൊരു സ്ലീവ് വെട്ടാൻ പറ്റുള്ളൂ. സ്ലീവിന് 4 പീസ് വേണം ജോയിന്റ് അടിക്കുമ്പോൾ. എനിക്കിത് ഒറ്റ പീസിൽ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പൊ ജോയിന്റ് അടിക്കണം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണതാണ്. എനിക്ക് ഒറ്റ പീസിൽ കിട്ടുമായിരുന്നത്. അപ്പൊ ജോയിന്റ് അടിക്കണം എങ്ങനെയാണെന്നൊരു ചോദ്യം നമ്മളോട് നേരിട്ട് ചോദിച്ചപ്പോ ഞാൻ ഇന്ന് തന്നെ ഇടാന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ വിരിച്ചിട്ടു. കണ്ട, ഇനി എനിക്ക് വേണ്ടത് സ്ലീവിന് വേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ ഇവിടെ ഇടയാണ്. അപ്പൊ നിങ്ങളുടെ സ്ലീവ് ഇതുണ്ടല്ലോ, അത് എങ്ങനെയാണെന്നൊന്ന് അടയാളപ്പെടുത്തുക. അപ്പൊ എനിക്ക് ഇറക്കം വേണ്ടത് എത്ര ഇറക്കം കിട്ടും അത് മുഴുവൻ ഞാനിവിടെ എടുക്കാണ്ടിട്ട് ഇറക്കാം. ഇത് 15 ഇഞ്ചുണ്ട്, എനിക്ക് 14 ഇഞ്ച് മതി. അപ്പൊ എനിക്ക് മുകളിലത്തെ താഴത്തെ തയ്യൽ തുമ്പുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 15 ഇഞ്ചിൽ ഇടുന്നത് കേട്ടോ. ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. ഈ വിരിച്ചിട്ടിട്ട് 1/2 ഇഞ്ച് ഞാൻ ആദ്യം മാർക്ക് ചെയ്യണത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ 1/2 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണത്. 1/2 ഇഞ്ച് ഞാൻ 1/2 ഇഞ്ച്, നിങ്ങൾക്ക് 1 ഇഞ്ച് വേണമെങ്കിലും എടുക്കാം. ഞാൻ 1/2 ഇഞ്ച് എടുത്ത് 1/2 ഇഞ്ച് മതി, അത് ധാരാളം ഉണ്ട് കേട്ടോ. ഇനി ചില ആൾക്കാർ കട്ട് ചെയ്യുമ്പോൾ കൂടുതലൊക്കെ ഇട്ട് കട്ട് ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ ഇച്ചിരി കൂടി കൂടുതലിട്ട് കട്ട് ചെയ്യാമെന്ന് മാത്രം. അപ്പം ഞാൻ ഈ 1/2 ഇഞ്ച് ഇതുപോലെ എല്ലായിടത്തോട്ടും ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ട, തുണി നേരെയായിരിക്കണം, 2 പീസും ഒപ്പം വെക്കണം. അതിനുശേഷം ഈ 1/2 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചെടുക്കേണ്ട കേട്ടോ, എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കണ്ടോ, ഈ 1/2 ഇഞ്ച് ഞാൻ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ 1/2 ഇഞ്ചിനെ കുറിച്ച് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ 1/2 ഇഞ്ച് എടുത്തു കഴിഞ്ഞ് ഇനി നമ്മുടെ സ്ലീവിന്റെ വണ്ണം എത്രയാണോ എത്ര വേണം. അപ്പൊ ഞാൻ 8 എടുക്കണത് ഇവിടെ. കണ്ടോ, 8 എടുത്തു. അതിന്റെ താഴേന്ന് 3.5 ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. 3.5 ഇഞ്ച് കണ്ട,
ഇനി നമ്മൾ ഈ അര ഇഞ്ചിൻ്റെ വര വരച്ചിട്ടില്ലേ, ആ വരയുടെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കണ്ട, ഇതുപോലെ വരും. ഇതുപോലെ വന്ന് അപ്പം നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്നൊന്ന് നോക്കിക്കോട്ടാ. ഇവിടെ നമുക്ക് 9.5 കിട്ടി കണ്ടോ. ഇനി നമ്മൾ ഇത് നേരെ ഈ വരയുടെ അവിടെ നിന്ന് ഈ അര ഇഞ്ചുമ്പോൾ നിങ്ങൾ ടച്ച് ചെയ്യേ വേണ്ട കേട്ടോ. അര ഇഞ്ചുമ്പോൾ നിങ്ങൾ ടച്ച് ചെയ്യണ്ട. എന്നിട്ട് നമ്മളിതൊന്ന് വരച്ചെടുക്കണേണ്. വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചതിൻ്റെ ഇനിയിപ്പോൾ അങ്ങനെ വരച്ചിട്ട് എന്താണ് അങ്ങനെ നിർത്തിയെന്ന് ചോദിക്കണ്ട. കണ്ടോ, ഇതിൻ്റെ നേർപകുതി ഒന്ന് അടയാളപ്പെടുത്തുക. 9.5യുടെ നേർപകുതി എവിടെയാണോ അത് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. എന്നിട്ട് കണ്ടോ, ഒരര ഇഞ്ച് മുകളിലോട്ട് ഇതുപോലെ കൊണ്ടുവരിക. ആദ്യം ഇവിടെ നിന്ന് 2 ഇഞ്ച് കൊണ്ടുവരാം. അപ്പോൾ ഓർക്കണം, നമ്മൾ അര ഇഞ്ച് എടുത്തേക്കണത് ഇതിലേക്ക് ചേർത്തിട്ടില്ല. അതിനുശേഷം അര ഇഞ്ച് താഴത്തേക്ക് താത്തി നമ്മൾ ഈ 9.5 അവിടെ കൊണ്ടുവന്നു. ഇത് കറക്റ്റ് 9.5 നമുക്ക് വേണ്ടതാണ്. തയ്യൽ തുമ്പും കൂടി വേണം, അതും ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി അടിവണ്ണം എത്രയാണോ അത് എടുക്കുക. അതിനുശേഷം അതിൻ്റെ തയ്യൽ തുമ്പും നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ട. അപ്പം ഈ തുണി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള തുണിയാണ്. ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരണത് കണ്ടോ. ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ്. ഇവിടെ നമുക്ക് മടക്കി അടിക്കാനുള്ള തുണിയുണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, മടക്കി അടിക്കാനുള്ള തുണിയുണ്ട് ഇവിടെ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്യണേ കേട്ടോ. ലെവൽ ചെയ്ത് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ. നമ്മൾ കൂടുതൽ ഇട്ടേക്കണതുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. കട്ട് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ ഒപ്പം അങ്ങോട്ട് കട്ട് ചെയ്യണമെന്ന് മാത്രം. ഇത് മേം കൂടി ചേർത്ത് പിടിച്ച് കട്ട് ചെയ്യുക. സരിച്ച് ഇവിടേക്ക് കൊണ്ടുവരാം. നോക്കൂ കണ്ട, ഇതിപ്പോൾ 2 പീസാണ് നമുക്ക് 2 പീസായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കണ്ട. ഇതാണ് നമ്മൾ ജോയിൻ്റ് അടിച്ച് ചെയ്യണമെന്ന് പറയണ സംഭവം. ഇങ്ങനെയാണ് ജോയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വരണത് നൈറ്റിക്കാണ്. കാരണം നൈറ്റി ഫുള്ള് നമ്മൾ ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിൽ നിന്ന് പക്കിൻ്റെ അവിടുത്തെ ബേസ്റ്റ് തുണിയാണ് കിട്ടണത്. ചുരിദാറിന് ഇപ്പോഴത്തെ ഫ്രോക്ക് അടിക്കണതിൽ നമുക്ക് തുണി കിട്ടും. നൈറ്റി അടിക്കണതിൽ നമുക്ക് കിട്ടില്ല. സ്ലീവിൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ചില നമ്മൾ മുറിച്ച് പഠിക്കുന്ന തുണികൾക്കും അത്യാവശ്യം നമ്മൾ മീറ്റർ മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2.5 മീറ്റർ മേടിക്കണോടത്ത് നമ്മൾ 2 മീറ്റർ മേടിച്ചാൽ നമ്മൾ സൈഡിലെ പീസിലാണ് ജോയിൻ്റ് ചെയ്ത് സ്ലീവ് അടിക്കണത്. അപ്പം ഞാൻ ആ സ്ലീവിൻ്റെ വര ഇവിടെ വരച്ചിട്ടുണ്ട് 1/2 ഇഞ്ച് കണ്ടോ. ഈ 1/2 ഇഞ്ചിലൂടെയാണ് നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കണത്. ചീത്ത വശങ്ങൾ വെച്ച് അടിച്ചെടുക്കും കണ്ടോ. ചീത്ത വശം വെച്ച് അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഇരിക്കും. ആ 1/2 ഇഞ്ച് ഇതിൻ്റെ മുകളിലോട്ട് വന്നിരിക്കും. നിങ്ങൾ എത്രയാണ് തയ്യൽ തുമ്പ് ഇവിടെ എടുക്കണം, ആ തുമ്പ് മുഴുവൻ നിങ്ങൾ അടിച്ചെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ശരിയാകൂല. ഇങ്ങനെ ഉള്ളിൽ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ലീവ് ഇവിടെ കറക്റ്റായിട്ടിരിക്കും. അപ്പം ഇങ്ങനെയാണ് ജോയിൻ്റ് ചെയ്ത് സ്ലീവ് അടിക്കണത്. മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് സംശയങ്ങളാണ്. അതായത് ഈ ടേപ്പിലെ ഇഞ്ചി തയ്ക്കാൻ അറിയില്ലാത്ത ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്ത കളിയാക്കണമല്ല. ഇഞ്ച് ഏതാണ് സെൻറ്റിമീറ്റർ ഏതാണെന്ന് അറിയാത്ത ആളുകളുണ്ട്. മൊബൈൽ ഐഫോണൊക്കെ കൈ പിടിച്ചിട്ട് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട്. കമൻറ്റ് എങ്ങനെ ഇടണമെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ ഇന്ന് 2-3 പേർക്ക് ഇന്നൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം ഇതാണ് ആ സംഭവം. കുറച്ച് നേരം കൂടെ ഒക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ അമ്പലത്തിൽ ഇരുന്നിട്ട് നമുക്ക് അധികം നേരം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അടുത്ത വീഡിയോ വീണ്ടും നമുക്ക് കാണാം കേട്ടോ. നമുക്കിനി ക്രിസ്മസിൻ്റെ ഒരു തൊപ്പിയും പിന്നെ ഡ്രസ്സൊക്കെ അടിക്കണ്ടേ. അപ്പം കാണാം. ഓക്കേ.